ആ മേപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഭൂമി നക്ഷത്രങ്ങളുടെ നടുവിൽ ചെറുതാവും. ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ പറ്റി പിന്നെ വളരെതിനേക്കാളും വളരെ ചെറിയ അങ്ങനെ ചെറിയതാണ് വലിയൊരു ലോകത്തിൻ്റെ നടുവിനെ പറ്റി വലിയൊരു ലോകത്തിനെ പറ്റിയുള്ള സങ്കല്പം നമുക്കുണ്ടായി. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നതൊക്കെ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വിഷയം അവർക്ക് ആവശ്യമില്ലാത്തതാണ്. റെസ്പെക്റ്റ് പണ്ട് പഠിപ്പിക്കുന്നത് നമ്മളിൽ നിന്ന് ഉയർന്നവർ എന്ന് പറയുന്ന അറിവ് കൊണ്ട്, ബലം കൊണ്ട്, അധികാരം കൊണ്ട്, പദവി കൊണ്ട് ഒക്കെ ഇരിക്കുന്ന ആൾക്കാരെ ബഹുമാനിക്കണമെന്ന്, നമ്മുടെ താഴെയുള്ളവരെ അവജ്ഞയോടെ കാണണമെന്ന് പഠിപ്പിക്കുന്നതാണ് പണ്ടത്തെ സ്ഥലം. കനി മാമിനെ സാർ വളർത്തിയ പാരൻറ്റിങ് രീതി നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷെ സാറിന് കിട്ടിയ ഒരു പാരൻറ്റിങ്, ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ആ ഒരു പാരൻറ്റിങ് എങ്ങനെയായിരുന്നു? എൻ്റെ അമ്മയും അച്ഛനും രണ്ട് തരത്തിലെ കുടുംബത്തിലുള്ളവരായിരുന്നു. അച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്യൂഡൽ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന, ലാൻഡ് ഓണിങ് ക്ലാസ് എന്ന് നമ്മൾ വിളിക്കാവുന്ന, കൃഷിക്കാരാണെന്ന് വിചാരിക്കുകയും എന്ന ഭൂവുടമയായിട്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. അമ്മയുടെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ നേടിയ, അവർക്കും ഭൂമിയൊക്കെ ഉള്ളവരാണ്. പക്ഷെ കൂടുതൽ പഠിച്ച അമ്മയുടെ അച്ഛൻ ഡോക്ടറായിരുന്നു, അമ്മയുടെ സഹോദരൻ ഡോക്ടറായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് മക്കളെ ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ള എൻ്റെ ചേട്ടന്മാർ രണ്ടുപേരും ഡോക്ടർമാരായിരുന്നു. അപ്പോൾ അങ്ങനെ ഡോക്ടർമാർ, ഇപ്പം ഞാൻ എൻ്റെ പാർട്ട്ണർ ഡോക്ടറാണ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഡോക്ടർമാരുടെ ഒരു കുടുംബമാണ് സത്യത്തിൽ. അങ്ങനത്തെ ഒരു കുടുംബത്തിനകത്ത് പഠിക്കുന്നതിന് മുൻഗണന കൊടുക്കുന്നവരുമായിരുന്നു ഈ രണ്ട് പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ വീടുകളിനകത്ത് പക്ഷേ ലൈബ്രറികളുണ്ടായിരുന്നു. അതുകൊണ്ട് വായനയുള്ള ഒരു വീടായിരുന്നു എൻ്റെ. വായിക്കാനായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ ചുറ്റുപാടും മലയാളത്തിലുള്ള എല്ലാ മാസികകളും അവർ വരുത്തുമായിരുന്നു. മാതൃഭൂമി, ജനയുഗം, കുങ്കുമം, മലയാളനാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഷാഭൂഷണി, ഇതെല്ലാം വരുന്ന വീടാണ്. അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വരുത്തുന്നിടത്തുനിന്ന് അവരെടുത്തുകൊണ്ട് വന്ന് വായിക്കുന്ന അങ്ങനത്തെ വായനയുള്ള വീടിനകത്തൊരു ചെറിയ ലൈബ്രറി. അത് എല്ലാ നാട്ടിലുള്ള ഇംഗ്ലീഷിലെ പുസ്തകങ്ങളായിരുന്നു, മലയാളം പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ അന്നൊക്കെയുള്ള എല്ലാ മലയാള നോവലും വായിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു വായനയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്ന അമ്മ രാത്രി മുഴുവൻ വായിക്കുമായിരുന്നു. ഒരു 11 മണി 12 മണി വരെ അമ്മ വായിക്കും. പണികളെല്ലാം തീർത്തതിന് ശേഷം വായിക്കുന്ന ഒരാളെ. അപ്പോൾ അമ്മ വായിക്കുന്ന കാരണം കൊണ്ട് നമ്മളെല്ലാം വായിക്കുന്നവരായിട്ട് ആ ഒരു സ്ഥലമുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വളരെ കൃത്യമായിട്ട് മേല് താഴെയുള്ള മനുഷ്യർ തന്നെയാണ്. അവിടെ തുല്യരായിട്ട് മനുഷ്യരെ കാണുന്ന സാധനമൊന്നുമില്ല. സ്ത്രീ പുരുഷ ബന്ധത്തിനകത്തും തുല്യതയില്ല, സമൂഹത്തിനകത്തുള്ള ആൾക്കാരുടെ ഇടയിലും തുല്യത. അങ്ങനെ അവർ മര്യാദക്കൊക്കെ പെരുമാറുന്നുണ്ടാവും, മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നവരാണ്. തുല്യരായി കണ്ടു പെരുമാറുന്നവരല്ല, ഒത്തിരി പേരെ സഹായിക്കുന്നവരാണ്. പക്ഷെ സഹായമല്ല നമ്മൾ തുല്യതയ്ക്കകത്ത്, സൗഹൃദത്തിനകത്ത് പരസ്പരം സഹായിക്കുന്നവരാണ് നമ്മൾ പുതിയ മനുഷ്യരെന്ന് പറയുന്നത്. അതെൻ്റെ വീട്ടിലില്ലായിരുന്നു. ഞാൻ എന്നെയൊക്കെ ഒത്തിരി അടിച്ചു വളർത്തിയ ആൾക്കാർ, ശാരീരിക പീഡനം വളരെയധികം ചെയ്തിട്ടുള്ളവരാണ്. അമ്മയും ചെയ്തിട്ടുണ്ട്, അച്ഛനും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ മാത്രമായിരുന്നു എൻ്റെ അമ്മയും അച്ഛനെ ഏറ്റവും കൂടുതൽ യോജിച്ചിട്ടുള്ളത്, അടി തരുന്നിടത്ത്. അങ്ങനെയൊക്കെയായിരുന്നു വളർത്തിയത്. പക്ഷെ വായിക്കുന്ന മേഖലകളും അങ്ങനത്തെ ഇതുള്ളത് കൊണ്ട് നമുക്ക് മറ്റൊക്കെ ചിന്തിക്കാനും എടുക്കാനും ഒക്കെ കഴിയും. പക്ഷെ മനുഷ്യരോട് തുല്യമായി പെരുമാറുന്ന അത് ഇല്ല. അത് വീടിന് ചുറ്റിനും വേലി, അതിൻ്റെ പുറത്ത് വേലിയൊക്കെ ഉള്ള വിവേചനമുള്ള വീട് തന്നെയായിരുന്നു. അത് വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയമായ അറിവ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ സമയത്ത് ജനിച്ചവരും വളർന്നവരും അവരല്ല. അതിനകത്ത് അങ്ങനെ ഇടപെട്ടിട്ടില്ല. അവരുടെ ബന്ധുക്കളെല്ലാം അങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനകത്ത് ഇടപെട്ടവരുമാണ്. അവരുടെ വീടിനകത്ത് രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ള ആൾക്കാർ വരുന്നത് ഇടവരുന്നു. കുറച്ച് ധനമുള്ളവരായത് കാരണം കൊണ്ട്
ഈ ഡോക്ടറൊക്കെ ആയിരുന്നതാണ് കൊണ്ട് അവിടെ അന്നത്തെ സാമൂഹിക ക്ഷേമകരമായിട്ടുള്ള രാഷ്ട്രീയ മേഖലയിലുള്ളവർ വന്നിരിക്കുന്ന ഇടമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പെർക്കുലേറ്റ് ചെയ്ത് അങ്ങനെ താഴോട്ട് ചുറ്റുപാടും പരന്ന കുറച്ച് അറിവുകളും ഉണ്ടായിരുന്നുള്ളതല്ല. അത് എൻ്റെ അമ്മയും അച്ഛനും രാഷ്ട്രീയമായിട്ട് ഉള്ള ലോകത്തിനെപ്പറ്റി ധാരണ ഉണ്ടാക്കുന്നിടത്തില്ല. ബന്ധുക്കളുണ്ട്, അങ്ങനത്തെ ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ആ നിലവാരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഈ വിവേചനം ഉള്ള തട്ട് ആയിട്ടുള്ള സാമൂഹിക വീക്ഷണമുള്ളവർ തന്നെയായിരുന്നു അവർ. അതുകൊണ്ട് ഞാനിന്ന് മനസ്സിലാക്കുന്ന നിലവാരത്തിലോ ജീവിക്കുന്ന നിലവാരത്തിലോ അല്ല അവരെന്നെ വളർത്തിയത്. ആ ഒരു ലെവലിലേക്ക് സാർ എത്തിയത് കോളേജ് പഠനകാലത്തായിരുന്നു. ഞാൻ വായിക്കാൻ പഠിക്കുന്നതിനകത്തൂടാണ് നേരത്തെ അധ്യാപകൻ ദൈവമുണ്ടോ ഇല്ലെന്ന് ചോദിക്കുന്ന ചോദ്യം തൊട്ട് തുടങ്ങിയ അത്തരത്തിലുള്ളൊരു എൻക്വയറി. അതുപോലെ അമ്മയ്ക്കൊരു പെൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. പെൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് നമ്മൾ ഈ ഫോൺ വിളിക്കാനൊന്നും നോക്കാത്ത കാലത്ത് എഴുത്തെഴുതിയിട്ട് അന്യരാജ്യത്ത് പരിചയമില്ലാത്ത ആൾക്കാരെ പരിചയപ്പെട്ട് അവരുമായിട്ട് എഴുത്തുകുത്തുകളിലൂടെ സൗഹൃദം ഉണ്ടാക്കുന്ന ഒരു മെക്കാനിസമാണ്. അപ്പോൾ അമ്മയ്ക്ക് അമേരിക്കയിലുള്ള ഒരു സ്ത്രീയുമായിട്ടായിരുന്നു ബന്ധം. അപ്പോൾ അവരിഷ്ടം പോലെ മാസികകൾ അയക്കുമായിരുന്നു. വാരികകളും മാസികകളും എല്ലാം അയക്കും, പുസ്തകങ്ങളും എല്ലാം അയക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വായിച്ച് ഞാൻ ഈ അസ്ട്രോണമി ഈ അസ്ട്രോഫിസിക്സ് അങ്ങനെയുള്ള സാധനം, ജിയോളജി ഇതുപോലുള്ള ശാസ്ത്ര മേഖലയിലുള്ള ധാരാളം കാര്യങ്ങൾ വായിക്കും. സയൻസ് ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു മാസിക ഉണ്ടായിരുന്നു, അതൊക്കെ സ്ഥിരം വായിക്കുന്നത്. അപ്പം ഈ അന്യരാജ്യത്തുള്ള ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും. നാഷണൽ ജിയോഗ്രഫിക്ക് ഇതൊക്കെ വായിക്കുമായിരുന്നു. വീട്ടിൽ എനിക്ക് 58 തൊട്ട് ഉള്ളത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു അറിവ് ചുറ്റുപാടും കിട്ടിയത് കാരണം കൊണ്ട് മറ്റു നിലവാരത്തിൽ കാര്യങ്ങൾ കാണാൻ അത് എന്നെ ഈ ആകാശത്തിനെ പറ്റി നമ്മൾ അറിയുന്ന അസ്ട്രോണമിയിലേക്ക് അങ്ങനെ നക്ഷത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ മനുഷ്യരുടെ ലോകത്ത് മാത്രമായിട്ട് ജീവിക്കാൻ ഒക്കത്തില്ല. ഭൂമി മറ്റേതങ്ങനെയല്ല, നമ്മൾ ഈ വേലിയെ കാണത്തുള്ളൂ, മേപ്പോട്ട് നോക്കിയിട്ടില്ലല്ലോ. ആ മേപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഭൂമി നക്ഷത്രങ്ങളുടെ നടുവിൽ ചെറുതാവും. ആ ഭൂമി ജീവിക്കുന്ന മനുഷ്യരെ പറ്റി പിന്നെ ഇതിനേക്കാളും വളരെ ചെറിയ, അങ്ങനെ ചെറിയതാണ് വലിയൊരു ലോകത്തിൻ്റെ നടുവിനെ പറ്റി, വലിയ ലോകത്തിനെ പറ്റിയുള്ള സങ്കല്പം നമുക്കുണ്ടായിപ്പോകും. അങ്ങനെ ഒരു അറിവ് വന്ന കാരണം കൊണ്ട് ഞാൻ ആദ്യം തന്നെ അന്യഗ്രഹ ജീവികൾ ഭൂമിയെ വരുന്നതിനെ പറ്റിയാണ് ആദ്യമായിട്ട് എഴുതിയത്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് ആളുകൾ അതെനിക്ക് ഈ തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റിയത്. പക്ഷെ അതെൻ്റെ ഹൊറൈസൺ, ആന്തരികമായ ലോകം വലുതാക്കിയത്. ഒപ്പമാണ് ഈ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ BA പഠിക്കുന്ന സമയത്ത് ഒരു എസ്എ ഗ്രൂപ്പ് ഒരു ബുക്കുണ്ടായിരുന്നു. അതിനകത്ത് റസൽ എന്ന് പറഞ്ഞ ഫിലോസഫറുടെ വേൾഡ് ഗവൺമെൻറ്റിനെ പറ്റിയുള്ളതും അതേപോലെ തന്നെ അയാൾ തന്നെ ഫിസിക്സിനെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് എനിക്കൊന്ന് അദ്ദേഹമാണ് ആ നിലവാരത്തിൽ ഒരു ലോക ഗവൺമെൻറ് ഉണ്ടായാൽ യുദ്ധം ഒഴിവാക്കാൻ പറ്റുക. എങ്ങനെയാണോ കേരളത്തുകാരനും തിരുവിതാംകൂറുകാരനും കൊച്ചിക്കാരനും മലബാറുകാരനും തമ്മിൽ യുദ്ധം ചെയ്യാതെ ഒന്നിക്കാൻ കഴിയുന്നത് കേരളം ഉണ്ടാകുന്നതുകൊണ്ടാണെന്ന്, തമിഴ്നാട്ടുകാരനും മലയാളിയും ആന്ധ്രക്കാരനും മൈസൂറുകാരനും തമ്മിൽ ടിപ്പു സുൽത്താനും നമ്മളും തമ്മിൽ ഇവിടെ യുദ്ധം ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള യുദ്ധങ്ങളെല്ലാം ഒഴിവായത് ഇന്ത്യ ഉണ്ടായതുകൊണ്ടാണെന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇതേ രീതി തന്നെ ലോകത്തിലുള്ള രാജ്യങ്ങളെല്ലാം തമ്മിൽ ചേർന്ന് ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നതുകൊണ്ട് യുദ്ധം ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ആ മനസ്സിലാകുന്നതും ഈ UN പറ്റിയുള്ള ലേഖനങ്ങൾ ആ സമയത്ത് പഠിക്കുന്ന ഇത് വന്നായിരുന്നു, BA പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ വായനയ്ക്കകത്തൂടെ എനിക്കത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ UN എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. അന്നത്തെ ഒരു ഇതിനകത്താണ് ഞാൻ സ്വാഭാവികമായിട്ട് UN എത്തിച്ചേർന്നത്. പിന്നെ അതിന് ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയത് വഴിയാണ് അവിടെ പോകാതായിപ്പോയത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലോകവീക്ഷണം ഉണ്ടാക്കിയെടുക്കുന്നതിന് BA പഠിക്കുന്ന സമയത്താണ് ഉണ്ടായത്. അതെന്നെ ഈ ചെറിയൊരു മനുഷ്യരുടെ ചെറിയ ലോകങ്ങളിൽ കുടുങ്ങാതെ സംരക്ഷിച്ചായിരുന്നു. അതാണ് അത്തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പിന്നെ എൻ്റെ മറ്റുള്ള അന്വേഷണങ്ങൾക്കും ജീവിതത്തിനകത്ത് വേറെ കാര്യങ്ങൾ പഠിക്കാനും സഹായിച്ചിട്ടുള്ളത്.
സാറ് ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം, പക്ഷെ എല്ലാവർക്കും പേടിയാണ്. ആ പേടി എങ്ങനെ മറികടക്കാൻ പറ്റും? അവർ ഞാൻ അന്വേഷിക്കുന്നത് പോലെ അന്വേഷിക്കാത്തതുകൊണ്ട്. നമ്മൾ ഇരുട്ടത്ത് പേടിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ലളിതമല്ലേ? അപ്പോൾ ലൈറ്റുമായിട്ട് ഇറങ്ങി നടന്ന് ചുറ്റും നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയേ ഉള്ളൂ. ഇനി ഈ ലൈറ്റ് അണച്ചിട്ട് ഇരുട്ടത്തിരുന്നാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ എന്ന്. ആകാശം കാണണമെന്നുണ്ടെങ്കിൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്യണ്ടേ? അപ്പോൾ ഇരുട്ടത്ത് തന്നെ ഇരുന്ന് വെളിച്ചത്തിലോട്ട് നോക്കാനും പഠിക്കാം. വെളിച്ചം കൊണ്ട് പോയി ഇരുട്ടത്തോട്ട് നോക്കുന്ന പോലെ തന്നെയാണ് ഇരുട്ടിലിരുന്ന് വെളിച്ചത്തിലോട്ട് നോക്കിയാൽ മനസ്സിലാവും. അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പേടി മാറുക എന്ന് പറയുന്നത് അന്വേഷിക്കുന്നത് വഴിയും അറിയുന്നത് വഴിയുമാണ്. സാറിന് എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ എന്തിനോടെങ്കിലും? കുട്ടിക്കാലത്ത് മുഴുവൻ പേടിച്ചാണ് ജീവിച്ചത്. ഞാൻ ടോർച്ച് ലൈറ്റുമായിട്ട് റോഡിൽ എനിക്ക് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ അമ്മ പഠിക്കുമ്പോൾ അമ്മ കടയിൽ പോയിട്ട് സാധനം മേടിച്ചുകൊണ്ട് വരാൻ പറയും. അത് രാത്രി പറയും. അപ്പോൾ ഞാൻ അന്ന് താമസിച്ചിരുന്ന സമയത്ത് അവിടെ സ്ട്രീറ്റ് ലൈറ്റുള്ള സ്ഥലത്തായിരുന്നു. പക്ഷേ ഒരു സ്ട്രീറ്റ് ലൈറ്റും വേറെ സ്ട്രീറ്റ് ലൈറ്റും തമ്മിൽ ഭയങ്കര അകലെയാണ്. അപ്പോൾ നമ്മൾ ഈ വെളിച്ചത്ത് ഇങ്ങനെ നിന്നിട്ട് ഒറ്റ ഓട്ടമാണ് അടുത്ത സ്ട്രീറ്റ് ലൈറ്റിലോട്ട്. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ സ്ട്രീറ്റ് ലൈറ്റ് ആകുമ്പോൾ ഞാൻ പോകുന്ന കടയാകും. പക്ഷെ അങ്ങനെ പേടിച്ചാൽ ഓടിയിരുന്നു. ഇനി ടോർച്ച് ലൈറ്റ് കിട്ടിയ സമയമുണ്ട്. അപ്പോൾ ടോർച്ച് ലൈറ്റ് ഫ്രണ്ടിൽ അടിക്കുക മാത്രമല്ല, ഇങ്ങനെ കറക്കിയായിരുന്നു ഞാൻ നടന്നിരുന്നത്. അങ്ങനെ പേടിയുള്ള ആളായിരുന്നു. എല്ലാ മരത്തിൻ്റെയും ചുവട്ടിലും എല്ലാ കുഴിയിലും പ്രേതവും ഭൂതവും ഉണ്ടെന്നായിരുന്നു അന്ന് എല്ലാവരും പഠിപ്പിച്ചിരുന്നത്. അപ്പം അങ്ങനെ പഠിപ്പിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് പേടിച്ചാണ് കുട്ടിക്കാലം മുഴുവൻ ജീവിച്ചിട്ടുള്ളത്. ഒത്തിരി പേടികളുണ്ടായിരുന്നു. മാറിയത് ഈ ടോർച്ച് ലൈറ്റ് കിട്ടി അടിച്ചു നോക്കാൻ പറ്റിയെന്ന് മാറി. അപ്പോൾ മരത്തിൻ്റെ പുറയിലൊന്നും ഇല്ലെന്ന് മനസ്സിലായി. വെളിച്ചം കൊണ്ട് നമുക്ക് ഇരുട്ടത്തെ പേടി പോകും. നമ്മളിപ്പോൾ ഒരു മുറിക്കകത്ത് ഇരുട്ടത്തിരിക്കുമ്പോൾ എന്തുവാന്ന് അറിഞ്ഞൂടെ? ലൈറ്റ് ഇട്ടാൽ ഉടനെ അറിഞ്ഞൂടെ? അത്രയേ ഉള്ളൂ. ഈ മേശയും കസേര അവിടെ ഉള്ളതെന്ന് അറിയാം. ബാക്കിയൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് മാത്രമാണ്. ടോർച്ച് ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റും വന്നാണ് ഈ നാട്ടിലെ പ്രേതവും ഭൂതവും യക്ഷിയെല്ലാം ഓടിപ്പോയത്. മറ്റേ എന്താണ് ഐതിഹ്യമാലയ്ക്കകത്താണെങ്കിൽ ഇവിടെ കേരളം നിറച്ച് യക്ഷികളായിരുന്നു. അങ്ങനെയുള്ള കഥയ്ക്കകത്ത് വായിച്ചാൽ യക്ഷിയില്ലാത്ത ഒരു വീടും ഇല്ല, പനിയും ഇല്ല. അങ്ങനെയായിരുന്നു. ഇവിടെ ഇപ്പോൾ ആകെപ്പാടെ നമ്മളിപ്പോൾ യക്ഷിയെ കാണണമെന്നുണ്ടെങ്കിൽ സിനിമ കാണാനോ അല്ലെന്നുണ്ടെങ്കിൽ ടെലിവിഷൻ സീരിയലിൽ മാത്രമേ ഉള്ളൂ. വേറെ എങ്ങുമില്ല. പാവം ചാത്തൻ മാത്രമാണ് കുറച്ചുള്ളത്. അത് കാനാടി ചാത്തനൊക്കെ അവിടെ കാശ് പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചാത്തനല്ലാതെ ഒരു ചാത്തന് ഒരു പുല്ലും ചെയ്യത്തില്ല. പക്ഷെ പേടിയുള്ളവന്മാർ സിനിമ എടുക്കാൻ തുടങ്ങിയവന്മാർ കാരണമാണ് കാനാടി ചാത്തനൊക്കെ കാശുണ്ടായത്. കാരണം ഈ സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള പേടി കാരണം സകല ആദ്യം തൊട്ട് വിളക്ക് കത്തിച്ച് പൂജ നടത്തി അത് കഴിഞ്ഞിട്ട് വിരൽ നിറച്ച് പലതരത്തിൽ മോതിരമൊക്കെ ഇട്ടിട്ടാണ് ഈ പ്രൊഡ്യൂസർ ഇരിക്കുന്നത്. കാരണം സിനിമ വിജയിക്കുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയുള്ള പുത്തൻ വിശ്വാസങ്ങളുടെ സ്ഥലങ്ങളാകല്ല. പേടി എങ്ങനെ വേണേലും വരാം. പേടി മാറാനായിട്ട് വിവരം വന്നാൽ അത്ര. മോട്ടിവേഷനെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താ? അത് ഈ പാവം പിടിച്ച ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് ഈ മോട്ടിവേഷൻ. അല്ലാതൊരു കാര്യമില്ല. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു മോട്ടിവേഷനും പഠിപ്പിക്കണ്ട. ഒരു പുസ്തകം വായിക്കാൻ നിങ്ങൾ ഇരിക്കുകയാണ്, നിങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളൊരു നോവലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഉറക്കവേ വരത്തില്ല. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതും മോട്ടിവേഷൻ എന്ന് പറയുന്നതൊക്കെ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വിഷയം അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ഉപയോഗശൂന്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിലല്ല മോട്ടിവേഷൻ വേണ്ടി വരും. പ്രയോജനരഹിതമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ വിശക്കുമ്പോൾ തിന്നണമെന്ന് ആരോടെങ്കിലും പറയണോ? ഒരു മോട്ടിവേഷൻ വേണോ? നിങ്ങൾക്ക് വിശപ്പില്ലാത്തപ്പോൾ തീറ്റിക്കണമെന്ന് വിചാരിച്ചാൽ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും. ആവശ്യമില്ലാത്ത കാര്യങ്ങളെയാണ് അത് ഇഷ്ടപ്പെടുത്താൻ വേണ്ടി പറ്റിക്കുന്ന പണിയാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് മുഴുവൻ ചെയ്യുന്നത്. അതാരും ഉപദേശിച്ചാലും അങ്ങനെ, അത് സ്വാമിമാർ ഉപദേശിച്ചാലും പള്ളിയിൽ അച്ഛന്മാർ ഉപദേശിച്ചാലും അമ്മയും അച്ഛനും ഉപദേശിച്ചാലും
പ്രയോജനരഹിതമായ കാര്യം, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രയോജനമില്ലാത്ത, മോട്ടിവേറ്റ് ചെയ്യുന്നവന് കാശ് കൊടുക്കാം എന്നുള്ളതല്ലാതെ വേറൊരു പ്രയോജനം അതിനകത്തുനിന്ന് ഉണ്ടാകില്ല. മറ്റേതങ്ങനെയല്ല. ഞാൻ ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പം കേട്ടോണ്ടിരിക്കുന്ന ഒരാൾ മോട്ടിവേറ്റഡ് ആകും. അത് അയാൾക്ക് ഇതേ കാര്യം അറിയണമെന്നോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യത്തിന് ഒരു ക്ലൂ കിട്ടുമ്പോഴാണ് അയാൾ മോട്ടിവേറ്റഡ് ആകുന്നത്. അല്ല, നിങ്ങൾ ഈ താല്പര്യമില്ലാത്ത ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുകയെന്ന് കഴിഞ്ഞാൽ നല്ല പണിയാണ്, അത് ഒരു പ്രയോജനമില്ലാത്ത പണിയാണ്. പക്ഷേ ഈ മെൻ്റൽ ഹെൽത്ത് പോലെ ലോ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ മോട്ടിവേഷൻ കിട്ടി. അത് മോട്ടിവേറ്റ് ചെയ്യുകയൊന്നുമല്ല വേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ ആളുകൾക്ക് ലോകത്ത് ജീവിക്കാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി, അല്ലാതെ എരികേറ്റുകയെന്നോ ഒന്നും ആവശ്യമില്ല. താല്പര്യമുള്ളത് എന്താണെന്ന് കണ്ടെത്തി ആ താല്പര്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന നിലവാരത്തിൽ സാഹചര്യം ഒരുക്കി കൊടുത്താൽ മാത്രം മതി. വിശക്കുന്നത് പോലെയാണ്. ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടല്ല വിശപ്പ് വരും. നിങ്ങൾ ഉണരുന്നത് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടല്ല, ഇതൊക്കെ താനേ സംഭവിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻപ്പോഴാണ് നമ്മൾ രഹസ്യമായി അത് ചെയ്യാൻ പോകും. ഒരു മോട്ടിവേഷൻ പ്രശ്നമുണ്ട്. നിങ്ങളത് ഇരുട്ടിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കള്ളന്മാരെങ്ങനെ പോകും? അയാൾക്ക് സ്വർണ്ണം എടുക്കണമെന്ന് അറിയാവുന്ന കൊണ്ടാണ് നല്ല മോട്ടിവേഷനോടെ സകലതും കയറത്തില്ലേ. ആരെങ്കിലും പറയണോ? കോഴിയെ പിടിക്കാനായിട്ട് കുറുക്കനോട് പറയണോ? മോട്ടിവേറ്റ് ചെയ്യണോ? ഇതുപോലെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. നല്ല താല്പര്യം ഉണ്ടാകും, നല്ല ശ്രദ്ധയുണ്ടാകും. ഇത് രണ്ടും ഉണ്ടാകാതിരിക്കുന്നത് അവർക്കത് ബോധ്യമില്ല. മോട്ടിവേഷൻ സ്പീക്കിങ് മുഴുവനും പ്രയോജനരഹിതമായ കാര്യം വീട്ടുകാരും നാട്ടുകാർക്കും വേണ്ടി പഠിപ്പിക്കാൻ പോകുന്നവരുടെ പണിയാണ്. അതായിരുന്നു പണ്ട് അധ്യാപകർ മുഴുവൻ ചെയ്തത്. ഭയങ്കരമായിട്ട് അവർ പറയും, നീയൊക്കെ പരീക്ഷയ്ക്ക് ജയിച്ചില്ലെങ്കിൽ തെങ്ങിൻ്റെ ചവിട്ടിൽ ചൊരയ്ക്കാൻ പോകേണ്ടി വരുമെന്ന് എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപമാനകരമാക്കി ഞാൻ കൃഷി ചെയ്യുന്നത് അപമാനമാണെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഇതൊരു മോട്ടിവേഷൻ സ്പീക്കിങ്ങാണ്. ഇതുപോലുള്ള മോട്ടിവേഷൻ സ്പീക്കിങ്ങേ നടക്കൂ. മറ്റേതങ്ങനെ വേണ്ട. സാഹചര്യം ഒരുക്കിയാൽ മതി. ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് ആ ഓറിയൻറ്റ് ചെയ്ത് അങ്ങോട്ട് ഉന്മുഖത്വം ഉള്ള ആളിനെ നീ അത് ചെയ്താൽ വിജയിക്കും എന്ന് പറയുന്ന ഒരു ഒറ്റ വരിയാണ് ഈ മോട്ടിവേഷൻ. അതിനപ്പുറത്തോട്ട് പറയേണ്ടി വരുന്നത്. ബാക്കിയൊക്കെ ഇൻസ്ട്രക്ഷനാണ്. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പറയുന്നത് അത് വേറെ കാര്യമാണ്, അറിവാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് താനേ ഉണ്ടാകുന്ന, നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന കാര്യം കേട്ടാൽ അപ്പം പഠിക്കും. അപ്പോഴാണ് നമ്മൾ ഒരാൾ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോഴും അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഒരു കട നിറച്ച് സാധനം ഇരിപ്പുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കും. അത് നിങ്ങൾ എടുക്കുന്നതിന് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ആവശ്യമാണത്. ആവശ്യം അറിഞ്ഞ് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. അല്ലാതില്ല. ആവശ്യമില്ലാത്തത് കുത്തിത്തിരുകാൻ ശ്രമിക്കുന്നതാണ് ഇപ്പം നമ്മളിവിടെ കാണുന്ന മോട്ടിവേഷൻ. കാരണം ഒരു പ്രയോജനമില്ലാത്ത ക്ലാസ് റൂമിൽ ആളുകളെ പിടിച്ച് കെട്ടിയിട്ട് പരീക്ഷയ്ക്ക് പഠിപ്പിക്കുമ്പോൾ കുട്ടി പഠിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നവരോട് ഉപദേശം കൊടുക്കുന്ന പാർട്ടികളാണല്ലോ ഇതെല്ലാം. ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. സാർ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുക, അത് കാണുമ്പം മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും അനുഭവങ്ങളാവാം, അല്ലെങ്കിൽ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതൊന്ന് പങ്കുവയ്ക്കും. എന്നെ ഇങ്ങനെ ആരും കളിപ്പിച്ചിട്ടില്ല ഇതുവരെ. ആരും ഒരിക്കലും കണ്ടു ചെയ്തിട്ടുണ്ടായിരുന്നു. One thing that you stop doing to achieve a happy life. ആളുകളെ കൊല്ലാതിരിക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ആലോചിച്ചാൽ എനിക്ക്, പക്ഷേ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തിട്ടുമില്ല. ഞാൻ ആരെയും കൊന്നിട്ടുമില്ല. പക്ഷേ അത് മാത്രമാണ് എനിക്ക് ആലോചിച്ചാൽ ചെയ്യരുത് എന്ന് പറയുന്നത്. അല്ല, ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തണമെന്ന് ആലോചിക്കുന്നത് ഒന്നുമില്ല. അങ്ങനെ നിർത്തിയ എന്തെങ്കിലും കാര്യമുണ്ടോ? നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നിന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ആൾക്കാർ വഴക്കൊക്കെ പറയാതൊക്കെ കാര്യങ്ങൾ പറയണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അത് ഇതുവരെ നിന്നിട്ടില്ല. അതുകൊണ്ട് ഒരു 75 തൊട്ട് ശ്രമിച്ചതാണ്.
50 കൊല്ലത്തോളം ശ്രമിച്ചത്. അപ്പോൾ അതൊക്കെ പിന്നെ സ്വഭാവത്തിൻ്റെ കാര്യവും എങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുന്നതെന്നുള്ള അറിവൊക്കെ വന്നപ്പോൾ അത് കുറച്ച് നിയന്ത്രിക്കാനൊക്കെ പറ്റും എന്നുള്ളതല്ലാതെ തീർത്തും നമ്മളല്ലാതാകത്തില്ല. കുട്ടിക്കാലത്ത് പരിശീലിപ്പിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. കതിരിൽ വളം വയ്ക്കുന്ന പോലെയാണ് പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ തന്നെ തിരിച്ചറിയുന്നുണ്ട് നമ്മൾ ഇങ്ങനെ പെരുമാറണ്ട എന്നറിയുമ്പോഴും ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലുള്ള ചില കാര്യങ്ങൾ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വളർത്തപ്പെട്ട വിവേചനപരമായിട്ടും അധികാരപരമായും ഒക്കെ പെരുമാറുന്ന ഒരു കുടുംബത്തിനകത്തു നിന്നുണ്ടായി വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ എൻ്റെ കുട്ടിക്കാലം തൊട്ട് രൂപപ്പെട്ടു പോയതാണ്. ഉറക്കെ സംസാരിക്കുക, കയ്യും കാലും ഒക്കെ എടുത്ത് പെരുമാറുക, ഇതൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. ഭയങ്കര പണിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. തെണ്ടിയൊക്കെ നടന്ന് അഹന്തയൊക്കെ കുറയ്ക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതാണ്. ശ്രമമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്കറിയാം അതങ്ങനെ ചെയ്യേണ്ട നമ്മുടെ സ്വഭാവ രൂപീകരണം നടക്കേണ്ട സമയത്ത് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ. ഒരിക്കൽ കതിരായി കഴിഞ്ഞതിന് ശേഷം വളം വെച്ചിട്ട് വലിയ കാര്യമില്ല എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് നിർത്തി എന്നൊക്കെ പറയുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്, അത്രയും. അടുത്ത് റെസ്പെക്റ്റ്, ബഹുമാനം. റെസ്പെക്റ്റ് പണ്ട് പഠിപ്പിക്കുന്നത് നമ്മളിൽ നിന്ന് ഉയർന്നവർ എന്ന് പറയുന്ന അറിവ് കൊണ്ട്, ബലം കൊണ്ട്, അധികാരം കൊണ്ട്, പദവി കൊണ്ട് ഒക്കെ ഇരിക്കുന്ന ആൾക്കാരെ ബഹുമാനിക്കണമെന്ന്, നമ്മുടെ താഴെയുള്ളവരെ അവജ്ഞയോടെ കാണണമെന്ന് പഠിപ്പിക്കുന്നതാണ് പണ്ടത്തെ സ്ഥലം. ജനാധിപത്യത്തിനകത്താണ് നിങ്ങൾക്കൊരു വോട്ട് എനിക്കൊരു വോട്ട്. പ്രായം കൊണ്ടോ അറിവ് കൊണ്ടോ ഒന്നും വോട്ട് കൂടത്തില്ല. അങ്ങനെ നിയമത്തിന് മുമ്പിൽ തുല്യരായി തീരുമ്പോൾ പരസ്പരം ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലം. റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എല്ലാ മൂല്യങ്ങളും പരസ്പരം എന്ന് പറയുന്ന, അപ്പോൾ ബഹുമാനം പരസ്പരമാണ്, നന്ദി പരസ്പരമാണ്. അല്ലാതെ തന്നവനോട് നന്ദിയും അല്ലാത്തവനോട് നന്ദിയില്ലായ്മയും പരസ്പരമാണ്. അപ്പോൾ പരസ്പരം ഉണ്ടാകുന്ന ഒരു മൂല്യമാണ് ജനാധിപത്യത്തിനകത്ത് ബഹുമാനം എന്ന് പറയുന്നത്. നമ്മൾ രണ്ടുപേരും ഒരേപോലത്തെ കസേരയിലിരുന്ന സംസാരിക്കുന്നത്. പണ്ടാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ ഒക്കത്തില്ല. അത് ഭയങ്കര ഗുരുക്കന്മാരുടെ അധ്യാപകരുടെ നിൽക്കണ്ടേ, വരുമ്പോൾ എണ്ണീറ്റ് നിൽക്കുകയൊക്കെ ചെയ്ത് അവർ പറഞ്ഞാലേ ഇരിക്കാനും ഒക്കത്തുള്ളൂ. ഇങ്ങനെ പഠിപ്പിച്ചിരുന്ന ബഹുമാനങ്ങളല്ല നമുക്ക് വേണം. നിങ്ങളും ഞാനും ഒരേ തരത്തിലെ കസേരയിൽ ഒരുപോലെ ഇരിക്കുന്നതാണ് ബഹുമാനം. പണ്ട് ഉപനിഷത്തെന്നാണ് പറയുന്നത്. ഉപനിഷത്തെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ അർത്ഥം അറിഞ്ഞില്ല. ഉപനിഷത്തെന്ന് പറഞ്ഞാൽ അടുത്ത് താഴെ ഇരിക്കണം എന്ന്. കൂടിയിരുന്നൂടെ, കാരണം ഇയാൾ വലിയ ആളാണ്, ജ്ഞാനിയാണ്, ഗുരു. അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ താഴോട്ടേ പഠിപ്പിക്കൂ, ഇങ്ങനെ ഒഴിക്കുകയാണ്. ഒഴിഞ്ഞ പാത്രത്തിൽ ഒഴിക്കുന്ന തരത്തിൽ. അല്ലാതെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും എനിക്കും മനസ്സിലാവും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറത്തില്ലേ? അത്രയേ ഉള്ളൂ പഠിപ്പിക്കലൊക്കെ. അല്ലാതെ താഴെ ആക്കേണ്ട ഒരാവശ്യവും. അപ്പം താഴോട്ട് അവജ്ഞയും മേപ്പോട്ടുള്ള ബഹുമാനമാണ് പണ്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ജനാധിപത്യത്തിനകത്ത് പരസ്പരം ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഡ്രീം കം ട്രൂ മൊമെൻറ്റ്. അത് ഇതുവരെ എനിക്ക് സംഭവിച്ചിട്ടില്ല. ലോക ഗവൺമെൻറ് ഉണ്ടാക്കണമെന്നുള്ളൊരൊറ്റ സ്വപ്നമേ എനിക്കുള്ളൂ. മറ്റൊന്നുള്ളത്, ഞാനിരുന്ന് സംസാരിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഏത് ഭാഷക്കാർക്കും അവരുടെ ഭാഷയെ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്കൊരു 10 കൊല്ലത്തിനകത്ത് നമ്മളെല്ലാം ഫോണിനകത്തെത്തും. അതുകൊണ്ട് അത് ഡ്രീം കം ട്രൂ ആവും. അത് ഞാൻ തന്നെ അനുഭവിച്ചിട്ട് മിക്കവാറും മരിക്കാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ നാളെ തേങ്ങാൻ വേണ്ടി ആകണം. അതിൻ്റെ സംഭവിക്കുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും അത് സംഭവിക്കും. അതായിരുന്നു എനിക്ക് 2 ആഗ്രഹം. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ, ദൈവം വല്ലതും പ്രത്യക്ഷപ്പെട്ടാൽ ഒരു വരം ചോദിക്കണമെന്ന് ആലോചിച്ചാൽ ഈ 2 എണ്ണമായിരുന്നു. ഞാനിരുന്ന് എൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ എല്ലാവരും അറിയണം എന്ന് പറയുന്നത് ഒരു
അതിപ്പോൾ എന്തായാലും ഗൂഗിള് അല്ലെന്നുണ്ടെങ്കിൽ ഡീപ് സീക്ക് ഇവരാരെങ്കിലും അതുണ്ടാക്കും. ഇപ്പം തന്നെ ഒത്തിരി ഭാഷയിൽ സംസാരിക്കുന്നിടത്തായിട്ടുണ്ട്. അതാണ് ഒരു മറ്റേത് ഈ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഇങ്ങനെ സന്തോഷം തോന്നുന്ന ഇഷ്ടം പോലെ നിമിഷങ്ങളുണ്ട്. അസാധാരണമായ സന്തോഷം തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വളരെ ഞാൻ ഈ തെണ്ടിയൊക്കെ നടന്ന സമയത്തൊക്കെ ഒരിക്കലും ഭക്ഷണം കിട്ടത്തില്ലെന്ന് തോന്നിപ്പോകുന്ന നിലവാരത്തിലുള്ള സമയത്ത് ആരെങ്കിലും ഭക്ഷണം കൊണ്ട് തരുന്ന ഭയങ്കര ആലോചിക്കാൻ പോലും വയ്യാത്ത നിലവാരത്തിൽ സന്തോഷം ഉണ്ടാക്കിയ സ്ഥലങ്ങളുണ്ട്. അതുപോലെ നമ്മൾ പറയുന്ന കാര്യം ഒരാൾ പോലും മനസ്സിലാകാതിരിക്കുന്നിടത്ത് ഒരാൾ പെട്ടെന്ന് അത് മനസ്സിലാക്കുമ്പോൾ അതുപോലെ അസാധാരണമായ സന്തോഷം വരും. നമ്മൾ പറഞ്ഞത് അവരുടെ കണ്ണൊക്കെ തിളങ്ങാന്ന്, നമ്മൾ പറയുന്നത് അങ്ങ് ക്ലിക്ക് ചെയ്ത ഒരാളുണ്ടാവും. അപ്പോഴും ഇതുപോലെയുള്ള സന്തോഷം ഉണ്ടാകും. അതൊക്കെയാണ് എനിക്കുണ്ടായത്. പിന്നെ പ്രണയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രണയം ഉണ്ടാകുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആൾ നമ്മളെ അറിഞ്ഞ് നോക്കും. നമ്മളവരെ നോക്കുന്നു അറിഞ്ഞിട്ട് തിരിച്ച് ഒരു നോട്ടം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചിരി കിട്ടുമ്പോൾ ആലോചിക്കാൻ വയ്യാത്ത തരത്തിൽ സന്തോഷം. ഇതൊക്കെയാണോ ലാസ്റ്റ് വൺ? habits that changed your life. അങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ ഞാൻ ജനിച്ചു വളർന്ന സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം താന്ന് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ നേരത്തെ നന്നായെന്ന് പറയാൻ ആരെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഇതുവരെ തന്നിട്ടില്ല. എന്നെ ആരും ഉപേക്ഷിച്ചിട്ടില്ലാത്ത കാരണം കൊണ്ട് കുറച്ചൊക്കെ മാറിയില്ല. അത് ഒരു എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ നിങ്ങൾ ഹാബിറ്റ് മാറി എന്നല്ല ഒരു റിമാർക്ക് ഒരു പെൺകുട്ടിയെ പറഞ്ഞു. നിങ്ങൾ നന്നായി ശ്രമിക്കുന്ന ആളാണ്. അവർ കുറേ വിമർശനം പറഞ്ഞു. ആ വിമർശനം പറഞ്ഞപ്പോൾ ഞാനതൊക്കെ മാറ്റിയെന്ന് വിചാരിച്ചൊരു ആളാണ്. അപ്പോഴാണ് അത് തന്നെ വിമർശനമായി പറഞ്ഞു. അപ്പോൾ മാറിയെന്ന് ഞാൻ വിചാരിച്ചത് മാറിയില്ല എന്നാണല്ലോ. പക്ഷെ എനിക്ക് തന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് ആയിരുന്നു. നിങ്ങൾ നന്നായി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ശ്രമിച്ചിട്ടേ ഉള്ളൂ. ഒരു ഹാബിറ്റും മാറ്റിയിട്ടില്ല. നേരത്തെ പറഞ്ഞില്ല, കതിരിൽ വളം വയ്ക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അത് കാരണം കൊണ്ട് അത് ഈ കറി വെച്ച് അല്ലെങ്കിൽ വറുത്ത മീൻ പിന്നെ കറി വെച്ചാലൊന്നും ശരിയാവില്ല. അത് ആ ഫ്ലേവർ അങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരിക്കൽ രൂപപ്പെട്ടതിന് ശേഷം മാറ്റുന്ന സാധനങ്ങൾ അങ്ങനെ മാറുന്നു. അല്ലെങ്കിൽ പിന്നെ വല്ല സിഗരറ്റ് വലിക്കുന്നവർക്ക് സിഗരറ്റ് വലി നിർത്തി. എനിക്കാണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും തീരെയില്ല. ഒരു ഹാബിറ്റ്, ബാക്കിയൊക്കെ നമ്മുടെ ഈ സ്വഭാവത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാത്ത ഹാബിറ്റുകളൊന്നും ഞാൻ നിർത്താൻ ശ്രമിച്ചിട്ടില്ല. വായനയോ ഒക്കെ ഹാബിറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിർത്താൻ പറ്റുമോ? അതൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. ശരി.